അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ നമ്മൾ ഇന്ന് മൂന്നാമത്തെ നോമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അനുഗ്രഹീതമായ പരിശുദ്ധമായ റമളാൻ നമ്മോട് വിട പറഞ്ഞുകൊണ്ട് ഓരോ ദിവസങ്ങൾ കഴിയുമ്പോഴും അനുഗ്രഹീതമായ പരിശുദ്ധമായ റമളാൻ നമ്മോട് വിട പറയുന്ന ഒരു ദുഃഖവും കൂടെ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയാന്തരങ്ങളിൽ ഉണ്ടാകണം. കാരണം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ യഥാർത്ഥ പെരുന്നാൾ എന്ന് പറയുന്നത് റമളാനാണ്. എന്നാൽ ശരിക്കും പെരുന്നാൾ എന്ന ദിവസമോ വെറും മിനിറ്റുകൾ മാത്രമാണ് നിലനിൽക്കുന്നത്. എന്നാൽ പരിശുദ്ധമായ റമളാൻ എന്നതോ അതായത് ദിവസങ്ങളോളം നിലനിൽക്കുന്നതാണ്. 6 മണി സമയങ്ങളിലെ ആ നോമ്പ് മുറിക്കുന്നതിന് വേണ്ടിയുള്ള അതിന്റെ സൽക്കാരവും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, അതായത് നമ്മുടെ മനസ്സിലേക്ക് ഒരു ആഘോഷം പോലെയാണ് അല്ലേ. എല്ലാവരും ഒരുമിച്ച് കൂടി പള്ളികളും വീടുകളും എല്ലാം അലങ്കരിക്കുകയും അല്ലേ, അതുപോലെ ഒരു കുടുംബസമേതന വന്നിരുന്നു കൊണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ആണെങ്കിലും വന്നിരുന്ന് ഒരു പെരുന്നാളിന്റെ ഒരു ആഘോഷം പോലെയാണ് അല്ലേ റമളാൻ. അപ്പോൾ യഥാർത്ഥ പെരുന്നാൾ എന്ന് പറയുന്നത് റമളാനാണ്. എന്നാൽ യഥാർത്ഥ പെരുന്നാളോ അത് മിനിറ്റുകൾ മാത്രം നിലനിൽക്കുന്നതാണ്. എന്നിരിക്കെ മുഅ്മിനീങ്ങളെ റമളാനിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധമായ റമളാനിനെ വേണ്ട രീതിയിൽ നമ്മൾ പ്രയോജനപ്പെടുത്തിയെടുക്കുക. അതിന് നാഥൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നലെ മൂന്നാമത്തെ തറാവീഹ് നമസ്കാരം നാം നമസ്കരിച്ചതിന്റെ പ്രതിഫലം എന്താണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വഫിൽ ലൈലത്തിൽ സാലിസത്തി, മൂന്നാമത്തെ തറാവീഹ് നമസ്കാരം ആരെങ്കിലും നിർവഹിച്ചാൽ അവൻ അള്ളാഹു നൽകുന്ന പ്രതിഫലം എന്താണ്? യുനാദി മലകും ഫി തഹ്തിൽ അർശി ഇസ്തഅതന ഫൽ അമലു ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ, യുനാദി മലകും മിൻ തഹ്തിൽ അർശി, അല്ലാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തിൽ നിന്ന് ഒരു മലക്ക് വിളിച്ചു പറയുന്നതാണ്. യുനാദി മലക്കുൻ, ഒരു മലക്ക് വിളിച്ചു പറയുമത്രേ മൂന്നാമത്തെ തറാവീഹ് നമസ്കരിക്കുന്നവർക്ക്, ഇസ്തഅദന ഫൽ അമലു ഗഫറല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക, തന്റെ മുൻ കഴിഞ്ഞു പോയ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു തന്നിരിക്കുന്നുവെന്ന് അള്ളാഹുവിന്റെ അർശിന്റെ താഴ്ഭാഗത്തിരുന്നു കൊണ്ട് ഒരു മലക്ക് അവനെ നോക്കി വിളിച്ചു പറയുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്ന് റമളാൻ 3, ഇന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹായുടെ വഫാത്ത് ദിനമാണ്. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹായുടെ വഫാത്ത് ദിനമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മഹദി സയ്യിദത്തുൻ നിസാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ വിശേഷിപ്പിച്ച സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് മഹദിയായ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയ പുത്രിയാണ്, മകളാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ആ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിനമാണ് ഇന്നത്തെ ദിവസം. ആ മഹദി അവറുകളുടെ മേലെ നമുക്ക് ഒരു ഫാത്തിഹ ഓതി ഹദിയ ചെയ്യാം.